ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ സംസാരം ഇത്തിരി ബോറായിരിക്കും. കാര്യം വേറൊന്നുമല്ല, ഞാൻ പല്ലിൽ ഓൾറെഡി കമ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നാക്കിട്ട് തള്ളുന്ന കാരണം ഒരു ആക്സസറീസ് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില വേർഡ്സ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് ക്ഷമിച്ചേക്കുക. അത് കാരണം എൻ്റെ വീഡിയോസ് ഒന്നും ആരും കാണാതിരിക്കല്ലേ. അപ്പോൾ എന്തായാലും ഒരു 3-4 മാസത്തോളം ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് അതുവരെ വീഡിയോസ് ഒന്നും ഇടാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയേക്കാണ്. ആദ്യമൊക്കെ എനിക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കൊന്നും സംസാരിക്കാനും പറ്റുന്നില്ല, ഒന്നും തിരിയുന്നുമില്ല. എല്ലാവരും എന്നെ കളിയാക്കുകയാണ്, വീട്ടിൽ തന്നെ എല്ലാവരും കളിയാക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അതൊന്നും പറയുകയും വേണ്ട. അതുകൊണ്ട് എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷെ നാണക്കേട് വിചാരിച്ചിരുന്നാൽ നമുക്ക് കാര്യമില്ല. എന്തായാലും നെഗറ്റീവ് വരുവാനേ വരട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് തന്നെ പോവാം. നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാണ്. നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. ഇന്ന് അച്ചു മാത്രമില്ല, അവർ അമ്മയുടെ വീട്ടിൽ പോയേക്കാണ്. അപ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട്, ആദ്യ ദേവും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് വീഡിയോ എടുക്കാം. പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വേർഡ്സിന് ചില പ്രശ്നങ്ങൾ കാണും, സംസാരത്തിന്. അപ്പോൾ എന്തായാലും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. പുല്ല് വെട്ടാൻ ഗൈസ്, കമോൺ. നമുക്ക് ഇത് എടുക്കാം. കരിഞ്ഞ മുളക് എടുക്ക. എനിക്ക് പച്ചേ കരിച്ചാ പോരെ. അത് കിട്ടിയില്ല കേട്ടോ. ഇതിനകത്ത് ചൊറിയണം ഉണ്ടായിരുന്നോ? കൈയൊക്കെ ചൊറിയണം. ഇത് ഒന്നുകൂടെ കാണിച്ചു തരുമോ? യാരിവൻ യാരിവൻ. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടി പുൽക്കൂട്ടിൽ വെക്കാൻ കുറച്ച് മുട്ടായി ഒക്കെ വേണ്ടേ. അപ്പം മുട്ടായി കവർ പറക്കുകയാണ്. അത് കല്ല് പൊതിഞ്ഞ് വെക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടായി കവർ പറക്കാം. നമ്മൾ പുൽക്കൂടിന് പുറ്റെടുക്കാൻ പോവാണ് ഗൈസ്. എല്ലാരും പ്രാർത്ഥിക്കാം. അങ്ങനെ ശരിയാവുമെന്നും അറിയത്തില്ല. അടിക്കട്ടെ അടിക്കട്ടെ. താഴോട്ടടിച്ചോ? താഴോട്ടടിക്കും, താഴോട്ടടിക്കും. അടിക്കും. അടിയിൽ നോക്കുന്നുണ്ട്, കുഴിയുന്നുണ്ടോ നോക്കി. ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു വെക്കുകയാണ്. വാവ്, അതുപോലും പോകുന്നില്ല. പോസ് ചെയ്യട്ടെ. കൈ മാറി, കൈ നിൽക്ക് വേദനയുണ്ട്. കുറച്ചുകൂടി കാക്കണം. ഗൈസ്, അത് എത്ര അടിച്ച് താഴ്ത്തിട്ടും താഴുന്നില്ല.
ഏകദേശം. ബട്ട് സ്റ്റിൽ വലുതാ. അമ്മ പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ മലേഷ്. ഓക്കെ സെറ്റ്. മുറിക്കാൻ പറ്റുമോ? നച്ചോക്ക് ചെറുതായി. ഹൈറ്റ് കൂടുതൽ എന്റെ പൊന്നോ. അല്ലല്ല ഇനി ഉണ്ടാക്കണ്ട. രണ്ടുകൂടെ അതിന്റെ ഗ്യാപ്പിൽ കൂടി ഇവിടെ ഇത് മുറിക്കണ്ടേ? ആ വള്ളി നല്ലപോലെ ഇട്ടാൽ അത്ര മതി, അത്ര മതി. അങ്ങനെ വെക്കും. അത് ഒരു റോയ്ക്കുള്ളതല്ലേ ആവത്തുള്ളൂ. ഇങ്ങനെ വെച്ചത് ഒരു റോയ്ക്കല്ലേ തികയൂ? പകുതി വെച്ച് കട്ട് ചെയ്യാം. ആഹാ, എന്നാലും ഇവിടത്തേക്ക് വെക്കുമ്പോൾ നീളം കിട്ടും. ഇങ്ങനെ തന്നെ വയ്ക്കാം. അല്ല എന്നാലും ഒരു ലാസ്റ്റ് ഒന്ന് ട്രിം ചെയ്തിട്ടാൽ മതി. ആ എൻഡിങ് ആണ്. ഇത് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് വയ്ക്കും. കെട്ടി ഗൈസ്. നമ്മൾ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ പുല്ല് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ പോച്ച നമുക്ക് തികഞ്ഞില്ല. നമ്മൾ പോച്ച പറിക്കാൻ പോവുകയാണ്. പോച്ച പറിക്കാൻ പോകും. ഇതെന്ത് കാണിക്കുന്നത്? ഇവിടെയാണ് പോച്ച പറിക്കാൻ വന്നിരിക്കുന്നത്. സ്റ്റാർ ഇട്ടു. ഇവിടെ ഇടൂ. ഇവിടെ ഇടൂ. എവിടെ ഇടുന്ന എനിക്ക് ഫ്ലാഷ് കത്തിച്ചിട്ടൊരു സുഖമില്ല. അതൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇരുട്ടാവും. ഇതൊന്ന് കച്ചിയൊക്കെ ഒന്ന്. അകത്തൊരു മണിയുണ്ട് ഗൈസ്. എന്തായി ഗൈസ്? ഇവിടെ വെക്കണോ? എനിക്കറിയത്തില്ല. എവിടെ വെക്കുക? ഇവിടെ വെക്കണോ?
ഇവിടുത്തെ സ്പേസ് ഉള്ളൂ. അപ്പം നമുക്ക് സാധനം ഇതിങ്ങനെ ഇരിക്കുന്നത് കാണുന്നില്ലല്ലേ. അവിടെ അങ്ങനെ ഒരു ഷീപ്പ് ഇരിപ്പുണ്ട് കേട്ടോ. കുതിരയ്ക്കുണ്ട്, അതൊക്കെ ബാക്കി ഇരിക്കും. നമുക്ക് എല്ലാ സാധനവും ഉണ്ട്, പക്ഷേ ഒന്നും കാണത്തില്ല. ക്യാമറയ്ക്കകത്തൊന്നും കാണില്ല. കയ്യൊന്ന് മാറ്റി ഇത്ര സൂം കൊടുക്കണ്ട. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ വാഴയിൽ ഉണ്ണീഷിനെ കാണുന്നത്. ഉണ്ണീഷ് തന്നെ. ഉണ്ണീഷിനെ നമ്മൾ വെക്കുന്നത് അവിടെയാണ്, ദൂരെ അവിടെ. ഓ കൊച്ചുകാലിലെ ബുദ്ധിമുട്ടില്ല, കൈയൊക്കെ പൊക്കി വെച്ച്. ഉണ്ണീഷിനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. ആ പോക്കി പോക്കി നമുക്ക് ആടുകൾ വയ്ക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് സിസ്റ്റം ഒന്നും നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്ന പോലെ നമ്മൾ ചെയ്തതാണ്. നമുക്ക് കറക്റ്റ് ഇതിൻ്റെ സംഭവങ്ങളൊന്നും അറിയത്തില്ല. എന്നിട്ട് നമ്മൾ ഇത്രയും ചെയ്യുന്നത് തന്നെ ഇതിനെ അത് വലിയതിൻ്റെ കൂടെ വയ്ക്കും. നാളത്തെ സാർ ഇരിക്കുന്നില്ലേ. അയ്യോ നമുക്ക് സെറ്റ് ആയിട്ട് കാണിക്കാം. ഓ സ്കൂളിലൊക്കെ അങ്ങനെ വെക്കുന്നത് ബെഞ്ചിൻ്റെ മണ്ടക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ലപോലെ ഇരിക്കുന്നത്. മണ്ണൂടായപ്പോൾ റാന്തലൊക്കെ ഇരിക്കട്ടെ. രാജയുടെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം അങ്ങനെ കാണാം. നന്നായി. ശരിയാ കുതിരയോ ഇത് പുറത്തോട്ട് വെച്ചാൽ പോരെ. ഇത് എവിടെയായിട്ട് അല്ല വേണ്ട, ഇത് പുറത്തോട്ട് വെച്ചാൽ. ഒരു കാളയോ പക്ഷെ അങ്ങനെയുണ്ട്, പിന്നെ ഒരാളുണ്ട്, ഒരു ഉണ്ണിയേശുണ്ട്. ബാക്കിയെല്ലാം നമ്മളിനി വെക്കും. നിങ്ങൾ എന്തെടുക്കുക? മാതാവിനെയും പിതാവിനും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. അത് നമുക്ക് കറക്റ്റായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ അവിടെ പോയിട്ട് ചെയ്യാം. പഠിച്ചിട്ടോ തലയാണോ ശരീരോ? നല്ല ഇത്ര ഒരു തലയൊക്കെ വേണോ? ഇത്ര ചെറിയ തല പോലെ എന്നിട്ട് ആവില്ല. വെള്ളം പോലെ ഇവിടെ വലിയ തലയില്ല, കുഞ്ഞു തലമുണ്ട്. എന്തൊക്കെ ഇതാണ് വലിയ തല പറഞ്ഞു വെച്ചിട്ട് വ്യത്യാസം വേണ്ട. പിതാവ് ബുദ്ധിമാനായിരിക്കും, അതാ വലിയ തല. പുതിയ ബുദ്ധിത്തരം ആയിട്ട് വന്നിരിക്കുന്നത് ഇതാരാ? ഇത് ഇത് അതാരാ? ഇത് മാതാവ്. ഇതോ? അത് പിതാവ്. മാതാവ്. ഇത് മേരി മാതാവ്. ഇത് ജോസഫല്ലേ? ഒന്നും തോന്നുന്നത് ശരിയായിരിക്കില്ല. അത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മൾ തട്ടിക്കുട്ട് പരിപാടിയാണ്. കൈയൊക്കെ നമ്മളൊന്ന് ഇതാക്കി നമുക്ക് കണ്ണും കൂടെ വെച്ച് കൊടുക്കണം. അതൊന്ന് സെറ്റായിട്ട് നമുക്ക് കൈ കണ്ണ് വെച്ച് കൊടുക്കാം. കളർ അടിക്കും നോക്കാൻ വെച്ച് കേസ്. നമ്മുടെ മാതാവും പിതാവും ഉണങ്ങാനിരിക്കുന്നു. ഓക്കെ, മേരി ക്രിസ്മസ്. ഇതിലൂടെ നമ്മളിനി ഉണങ്ങി പെയിന്റ് അടിച്ചിട്ട് വെക്കും. ഇത് വലിക്കുമ്പോഴേക്കും നമ്മൾ ലൈറ്റ് വിട്ട് സെറ്റ്. ക്രാന്തലും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പുൽക്കൂട് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ലൈറ്റും കൂടി ഓൺ ചെയ്താൽ മാത്രം മതി. കളർ ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. തട്ടിക്കൂട്ട് പുൽക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലൈറ്റ് ഇട്ട് രാത്രിയിൽ ഇതിൻ്റെ വ്യൂ അങ്ങനെ നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പുൽക്കൂടൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പം ഇത്തിരി ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാവേ.